യേശുനാഥൻ്റെ വേദനകളോട് സ്വന്തം വേദനകളെ ചേർത്ത് വച്ച് നിഷ്കളങ്കതയോടെ നിലകൊള്ളുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ്റെ പീഡാനുഭവത്തിൻ്റെ 2-ാം പ്രവചനവും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ശിഷ്യന്മാരുടെ മത്സരവും ഒടുവിൽ ശിശുവിനെ എടുത്തുയർത്തി ഈ ശിശുവിനെ പോലെ ആകുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാണ് എന്ന് കർത്താവ് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം. കർത്താവായ യേശുനാഥൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചോ കുരിശിനെക്കുറിച്ചുള്ള വാക്കുകളോ അവർക്ക് മനസ്സിലായില്ല. കാരണം സഹോദരങ്ങളുടെ ദാസനായി മാറുന്ന ഒരു മിശിഹായെ മനസ്സിലാക്കുവാനോ സ്വീകരിക്കുവാനോ അവർക്ക് അപ്പോൾ കഴിവില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. മഹത്തായ ഒരു മിശിഹായെ അവർ സ്വപ്നം കാണുന്നത് തുടരുന്നു. കൂടാതെ അവർ വലിയ പൊരുത്തക്കേടും കാണിക്കുന്നു. യേശു തൻ്റെ അഭിനിവേശവും മരണവും പ്രഖ്യാപിക്കുമ്പോൾ, അഥവാ പീഡാസഹനവും മരണവും പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവനെന്ന് അവർ ചർച്ച ചെയ്യുന്നു. യേശുനാഥൻ ഒരു ദാസനെ പോലെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും അവർ ആജ്ഞാപിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. യേശുവെന്ന ആ വലിയ ഗുരുവിൻ്റെ നാമത്തിൽ അവർ അവരുടെ വ്യക്തിപരമായ അഹങ്കാരവും സ്ഥാനവും ചർച്ച ചെയ്യുകയും അടികൂടുകയും ചെയ്യുന്നു. സ്വയമായി തങ്ങളിൽ ആരാണ് ക്രിസ്തുവിനോട് ചേർന്ന് വലിയവൻ എന്ന് അവർ പരസ്പരം ആരായുകയും അസ്വസ്ഥതപ്പെടുകയും ചെയ്യുകയാണ്. ഒന്നാമതായി, കർത്താവായ യേശുനാഥൻ്റെ കാലത്ത് ഒരു ആധിപത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം അഥവാ ഒരു പുളിപ്പനുഭവം, സ്വയം വലുതാകലിൻ്റെ സ്വാർത്ഥതയുടെ ഒക്കെ ഒരു പുളിപ്പനുഭവം ഉണ്ടായിരുന്നു. ഇന്നത്തെ ലോകത്തിൽ ബിസിനസ്സിൻ്റെ പ്രത്യയശാസ്ത്രം, ഉപഭോക്തൃ ശാസ്ത്രം, IT മേഖല മുതലായ ലോകത്തിൻ്റെ പുളിപ്പുകൾ ഒത്തിരി തന്നെ നമ്മെ വലയം ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ വളരെ പ്രത്യേകമായ എടുത്തു പറയേണ്ട ഒരു പ്രവണത, സ്വന്തം ഭവനവും നാടും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാവരും തന്നെ വിദേശത്ത് സമ്പത്തുണ്ടാക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിൽ പലായനം ചെയ്യുന്നതാണ് നാം കാണുന്നത്. കർത്താവായ യേശുനാഥൻ്റെ കാലത്തും വിശ്വാസവും മതവുമൊക്കെ യഹൂദ ജനതയുടെ അധികാരത്തിൻ്റെയും ആഠ്യത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു കാരണമായി നിലകൊണ്ടു. അതിനു മധ്യേയാണ് കർത്താവ് താൻ പീഡകൾ അനുഭവിക്കുമെന്ന്, സഹിക്കുമെന്ന്, മരിക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്. അത് അവർക്ക് മനസ്സിലായില്ല. രണ്ടാമതായി, കുരിശിൻ്റെ പ്രഖ്യാപനമാണ്. യേശു ഗലീലയ്ക്ക് കുറുകെ പോകുന്നു, പക്ഷേ ആളുകൾ അത് അറിയാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ ശിഷ്യന്മാരുടെ രൂപീകരണത്തിൽ തിരക്കിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുമായി കുരിശിനെക്കുറിച്ച് സംസാരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ വചനം അനുസരിച്ച് 53-ാം അധ്യായം പറയുന്നത് പോലെ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ സ്വന്തം ദൗത്യ നിർവഹണത്തിലും ശിഷ്യന്മാർക്ക് നൽകിയ രൂപീകരണത്തിലും ബൈബിളിലേക്കുള്ള, വിശുദ്ധ ഗ്രന്ഥത്തിലേക്കുള്ള യേശുവിൻ്റെ ദിശാബോധം സൂചിപ്പിക്കുന്നതാണ്. യേശുനാഥൻ പഠിപ്പിച്ചതൊക്കെയും അവർക്ക് മനസ്സിലായെങ്കിലും കുരിശിനെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളെ നമുക്ക് ദൈവത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുവാൻ ഏറെ ബുദ്ധിമുട്ട് തന്നെയാണ്. മൂന്നാമതായി, മത്സര ബുദ്ധി, തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന മാനസികാവസ്ഥ. അവർ വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വഴിയിൽ വച്ച് തർക്കിച്ചത്? അവർ മറുപടി പറഞ്ഞില്ല. കുറ്റബോധം തോന്നുന്നവൻ്റെ നിശബ്ദതയാണ് അവരിലുണ്ടായത്. വഴിയിൽ വാസ്തവത്തിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അവർ തർക്കിക്കുകയായിരുന്നു. യേശു ഒരു നല്ല അധ്യാപകനാണ്. അവൻ ഉടനടി ഇടപെടുന്നില്ല. താൻ രൂപപ്പെടുത്തുന്നവരിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ആത്മീയത, സ്നേഹത്തിൻ്റെ ആത്മീയത ഉചിതമായ നേരത്ത് രൂപീകരണ ഭാവം എടുക്കുവാൻ കർത്താവ് അവിടെ കാത്തു നിൽക്കുകയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ സവിശേഷതയായ
മത്സര മാനസികാവസ്ഥയും അന്തസ്സും രൂപപ്പെട്ടു വരുന്ന ചെറിയ സമൂഹത്തിലേക്ക് ഇതിനകം കടന്നു കയറുകയായിരുന്നു ശിഷ്യന്മാരുടെ മനോഭാവവും കൂടി. സ്വയം ദാസനാകുവാൻ ഇറങ്ങിത്തിരിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരിലുണ്ടായ ഈ മനോഭാവത്തെ യേശുനാഥൻ വളരെ സ്നേഹത്തോടുകൂടി തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നാലാമതായി, ആജ്ഞാപിക്കുന്നതിന് പകരം സേവിക്കാൻ. യേശുവിൻ്റെ പ്രതികരണം അവൻ തന്നെ തുടക്കം മുതൽ നൽകുന്ന ജീവിത സാക്ഷ്യത്തിൻ്റെ സംഗ്രഹമാണ്. ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ എല്ലാവരിലും അവസാനത്തവനും ദാസനുമാക്കണം. അവസാനത്തേത് ഒരു സമ്മാനം നേടുകയോ പ്രതിഫലം നേടുകയോ ചെയ്യുന്നില്ല. അവൻ പ്രയോജനമില്ലാത്ത ഒരു ദാസനാണ്. അധികാരം ഉപയോഗിക്കേണ്ടത് ഉയരാനും ആധിപത്യം സ്ഥാപിക്കാനുമല്ല, എളിമപ്പെടുവാനും ശുശ്രൂഷിക്കുവാനുമാണ്. ഇതാണ് യേശു ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിത സാക്ഷ്യത്തിലും ശിഷ്യന്മാരിൽ നിന്നും ആവശ്യപ്പെടുന്നതും. അപ്പോൾ യേശു അവരുടെ ഇടയിൽ വച്ച് ഒരു ശിശുവിനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തി ആധിപത്യം സ്ഥാപിക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി ചെറിയവർക്കും കുട്ടികൾക്കും കൂടുതൽ ശ്രദ്ധ നൽകില്ല എന്ന് തോന്നിപ്പിക്കുമാറും കർത്താവ് ആ കുഞ്ഞിനെ എടുത്തുയർത്തി. എന്നാൽ യേശു എല്ലാം തകിടം മറിക്കുന്നു. കർത്താവ് പറയുന്നു, ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, നാം യേശുനാഥനെ അനുകരിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതം ജീവിക്കുവാനല്ല, ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.